ഹലോ കൂട്ടുകാരെ, ഒരു ബോട്ടിംഗ് വിശേഷം കേൾക്കാം. ഇത് ഇപ്പോൾ ഇവിടെ പൂത്തോട്ട എന്ന് പറയും, കാഞ്ഞിരമറ്റം അടുത്ത് പുല്ലോക്കാരൻ ലേക്ക് റിസോർട്ട്, അതിലാണ് പോയത്. അവിടെ ബോട്ടിങ്ങും ഉണ്ട്, റിസോർട്ടും ഉണ്ട്, ഫുഡും എല്ലാം അവിടെ കിട്ടും. ഞങ്ങൾ ഒരു ഫുൾ ഡേ ആയിരുന്നു. രാവിലെ ഞങ്ങൾ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. കായലിൽ കൂടെ ബോട്ട് യാത്ര നല്ല രസമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ബോട്ടിലിരുന്ന് പാട്ടുപാടി ഡാൻസ് കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞു ഇങ്ങനെയായിരുന്നു. അവിടെ ഒരു വണ്ടർ ഐലൻഡ് ഉണ്ട്. വണ്ടർ ഐലൻഡിൽ കൊണ്ട് നിർത്തും ബോട്ട്. അപ്പം നമുക്കവിടെ ഇറങ്ങി കുളിക്കുകയും വെള്ളത്തിലൊക്കെ നിൽക്കാം. ഈ നാട്ടിൻപുറം പ്രദേശമാണ് കാഞ്ഞിരമറ്റം. അവിടെ ബോട്ടിങ്ങും ഉണ്ട്, റിസോർട്ടും ഉണ്ട്. പലർക്കും അറിയാൻ പാടില്ലാത്തൊരു സംഭവമാണ്. ബോട്ടിൽ കൂടെ ഇങ്ങനെ ആദ്യം തോട് പോലെയൊക്കെ തോന്നും. അത് കഴിഞ്ഞാണ് വേമ്പനാട്ട് കായലിലേക്ക് കയറുന്നത്. വേമ്പനാട്ട് കായലിലാണ് ഞങ്ങൾ ബോട്ടിങ് ചെയ്തത്. അതിലേക്ക് പോകാനായിട്ട് ഇതുപോലെ തോട് പോലത്തെ സംഭവമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കായലിലേക്ക് കയറിയത്. കായൽ കഴിഞ്ഞ് അപ്പുറത്ത് കൊച്ചി കടൽ. ഞങ്ങളൊരു 10-20 പേരുണ്ടായിരുന്നു. ലേഡീസ് ഓൺലി ആയിട്ടാണ് പോയത്. ഇതാണ് വണ്ടർ ഐലൻഡ്. അപ്പം അവിടെ കൊണ്ടുവന്ന് നിർത്തി. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇറങ്ങാം. അരയ്ക്കൊപ്പം വെള്ളമേ ഉള്ളൂ. അവിടെ ഞങ്ങളെല്ലാവരും ആ ബോട്ടിൽ നിന്ന് അവിടെ ഇറങ്ങി ഇതുപോലെ നീന്തുകയും വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്തു, കുളിക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ റിസോർട്ടിലായിരുന്നു ഫുഡ്. ബൊഫെ പോലെ എല്ലാം നല്ല ഗ്രാൻഡായിരുന്നു. കരിമീൻ, ചിക്കൻ, ബീഫ്, പച്ചക്കറികൾ, പായസം എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ച് എല്ലാവർക്കും ഫുഡൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് പിന്നെ ഓരോരോ കളികളുണ്ടായിരുന്നു. ഗെയിം, കസേര കളി, പാസിംഗ് ദ പാഴ്സൽ, അങ്ങനെ എല്ലാവരും വട്ടത്തിൽ നിന്നിട്ട് പാസിംഗ് ദ പാഴ്സലൊക്കെ കളിച്ചു. സമ്മാനം വിതരണമൊക്കെ ഉണ്ടായിരുന്നു. മഴയൊന്നും ഇല്ലാതെ നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ക്ലൈമറ്റിന്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആ ലേക്കിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് റിസോർട്ടിൽ നിന്ന് ലേക്ക് എല്ലാം കാണും. പാസിംഗ് ദ പാഴ്സൽ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കസേര കളിയൊക്കെ കളിച്ച് വൈകുന്നേരം ചായ കുടിച്ച് ഈവനിങ് സ്നാക്കൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചത്. എല്ലാവരും പ്രായമായ ലേഡീസായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കസേരകളി കളിച്ചു. കസേരകളി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ 1-2 പേര് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തു. തൈഡിയാണ് താഴെ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പരിക്കൊന്നും പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഫ്രഷായിട്ട് ചായയൊക്കെ കുടിച്ച് റിസോർട്ടിൽ നിന്ന് തിരിച്ച് വീടുകളിലേക്ക് പോയി. എല്ലാവരും പോയി കാണണേ, റിസോർട്ടും ലേക്കും ബോട്ട് യാത്രയൊക്കെ. ഓക്കെ, താങ്ക് യു.